വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. മക്കളെ, നമ്മളിപ്പോ എക്സാംസിന്റെ ചൂടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. പറഞ്ഞു പേടിപ്പിക്കുന്നില്ല, പക്ഷെ ഫിസിക്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ഗുരുത്വാകർഷണം, ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് നമ്മൾ പറയുമല്ലോ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടില്ലെങ്കിൽ ചാപ്റ്റർ പഠിക്കാത്ത പോലെയാ, അങ്ങനത്തെ ചില ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. സോ അത് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇയാളെ അറിഞ്ഞിരിക്കണം. എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഭൂഗുരുത്വ ത്വരണം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അറിയാലോ എന്താണ് നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് സ്മോൾ ലെറ്റർ ജി അല്ലെ. ജി ഹാവിംഗ് എ വാല്യൂ 9.8 മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ. ആരും പോയിട്ട് ക്യാപിറ്റൽ ജി ഇട്ട് കൊടുക്കരുത്. ഈ ക്യാപിറ്റൽ ജിയും സ്മോൾ ജിയും സെയിം അല്ല, അവർ വ്യത്യാസം ഉണ്ട് കേട്ടോ. എന്നിട്ട് കൊടുത്താൽ പൊട്ടത്തെറ്റിട്ട് തരും. ഓക്കെ, അപ്പൊ നമ്മുടെ ആളാരാണ്? ജി ആണ്, സ്മോൾ ലെറ്റർ ജി ആണ്, 9.8 മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസിലോട്ട് പോയി നോക്കാം അല്ലെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: എ സ്റ്റോൺ ഫാൾസ് ഡൗൺ from the top of a wall in 1 second. മതിലിന് മുകളിലുള്ള ഒരു കല്ല് എന്ത് ചെയ്യാണ്? 1 സെക്കൻഡ് കൊണ്ട് താഴേക്ക് വീഴുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്: ഈ കല്ല് തറയിൽ സ്പർശിക്കുന്നതിന് തൊട്ടില്ല ആ ഒരു കേസിലുള്ള പ്രവേഗം, അതായത് ഫൈനൽ വെലോസിറ്റി എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഷുവർ ആയിട്ട് നമ്മളോട് ചോദിക്കും. അതായത് ഒരു കല്ലിനെ മുകളിൽ നിന്നും താഴേക്ക് ഇടുന്നു, ഒരു കല്ലിനെ താഴെ നിന്നും മുകളിലേക്ക് എറിയുന്നു, അങ്ങനെ പല പല ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അല്ലെ. നമുക്കറിയാം ഇവിടേക്ക് എന്തുണ്ട്? മോഷൻ നടക്കുന്നുണ്ട് അല്ലെ, ചലനം നടക്കുന്നുണ്ട്. ചലനത്തിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട്. ആക്സിലറേഷൻ എന്ന് പറയും. എന്താണ്? ത്വരണം അല്ലെ, ത്വരണം. അതുപോലെ തന്നെ ഉള്ളതാണ് ഇനീഷ്യൽ വെലോസിറ്റി, ആദ്യ പ്രവേഗം. പിന്നെയുള്ള ആളാണ് ഫൈനൽ വെലോസിറ്റി, അന്ത്യപ്രവേഗം അല്ലെ. ഒരു കല്ലിനെ എറിയുമ്പോഴുള്ള വെലോസിറ്റിയാണ് ഇനീഷ്യൽ വെലോസിറ്റി. എറിഞ്ഞു കഴിഞ്ഞാൽ അത് എത്തേണ്ട സ്ഥലത്ത് എത്തുമ്പോഴുള്ള വെലോസിറ്റിയാണ് ഫൈനൽ വെലോസിറ്റി, അന്ത്യപ്രവേഗം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഭാഗ്യത്തിന് ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇങ്ങനെ കുത്തനെയുള്ളത്, വെർട്ടിക്കൽ മോഷൻ എന്ന് പറയും, മുകളിലേക്ക് താഴേക്ക്. ഇവിടേക്കൊക്കെ ഈ ആക്സിലറേഷൻ എ എന്ന് പറയുന്നത് നമ്മൾ എന്തെടുക്കണം? ജി ആയിട്ട് എടുക്കണം. ജിന്റെ വാല്യൂ എല്ലാവർക്കും അറിയാലോ, 9.8. ഇനി ക്വസ്റ്റ്യൻസിൽ പലപ്പോഴും നിങ്ങൾ ചെറിയ കുട്ടികളല്ലേ, നിങ്ങൾ ഇടങ്ങാറാവണ്ടെന്ന് വിചാരിച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ തരും. എന്താ തരിക? 9.8 പകരം നിങ്ങൾ 10 എടുത്തോളൂ എന്ന് പറഞ്ഞ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യനിൽ തന്നെങ്കിൽ മാത്രം അത് കൊടുത്ത് ചെയ്യുക, അല്ലാത്ത കേസിൽ മുഴുവൻ 9.8 വേണം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് യുവും വിയും ഇതൊരിക്കലും ക്വസ്റ്റ്യൻ പേപ്പറിൽ തരില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇത് കണ്ടെത്താൻ പറയും. പക്ഷെ ഒരാൾ അറിഞ്ഞാലേ മറ്റയാളെ കണ്ടെത്താനും പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് അറിയണം? ഇതിന്റെ ട്രിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ട്രിക്കാണ് ഇവിടെ പറഞ്ഞിരുന്നത്. ഇവിടുത്തെ കേസിൽ എന്താണ്? ഒരു കല്ലിനെ മുകളിൽ നിന്നും താഴേക്ക് ഇടാം. ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒരാളെ മുകളിൽ നിന്നും താഴേക്ക് ഇടുക അല്ലെ. മുകളിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഇയാൾ താഴേക്ക് ഇങ്ങനെ വരികയാണ് അല്ലെ. കല്ല് മുകളിൽ നിന്നും താഴേക്ക് വരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അല്ലെ ഡൗൺവേർഡ് മോഷൻ ആണല്ലോ, താഴേക്ക് അല്ലെ. മലയാളം പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. താഴേക്ക് വരുന്ന കേസില് മനസ്സിലാക്കി വെച്ചോളൂ, ഈ ജി അല്ലെ, എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ജി 9.8 നമ്മൾ പഠിച്ചു. അതെപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. എന്നാൽ എറിയുന്ന സമയത്ത് അല്ലെ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഇടുകയാണ് അല്ലെ, എറിയുമ്പോൾ ഉണ്ടാകും ഒരു വെലോസിറ്റി ഉണ്ടാകൂലേ. ആ വെലോസിറ്റി എന്താണ്? 0 യു അല്ലെ. ആദ്യ പ്രവേഗം എന്ന് മലയാളത്തിൽ പറയും. ഇംഗ്ലീഷിലാണെങ്കിൽ എന്താ പറയാ? ഇനീഷ്യൽ വെലോസിറ്റി. അതെന്താണ്? 0 ആണ്. ഇനി എറിഞ്ഞാൽ എത്തേണ്ട സ്ഥലത്ത് എത്തുമ്പോൾ അതിനൊരു വെലോസിറ്റി ഉണ്ടാവില്ലേ, അതിനെയാണ് നമ്മൾ ഫൈനൽ വെലോസിറ്റി എന്ന് പറയാം. അത് നമുക്ക് അറിയത്തുണ്ടാവില്ല. അതായിരിക്കും ക്വസ്റ്റ്യനിൽ ചോദിക്കുക. കണ്ടെത്താൻ പറയുന്നത് ആളായിരിക്കും. സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു പോയാലോ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണല്ലോ. അതുപോലെ തന്നെ 3 ആൾക്കാരും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇക്വേഷൻസ് ഓഫ് മോഷനിൽ നിങ്ങൾ പഠിച്ച വി സമം യു പ്ലസ് എ ടി, പിന്നെന്താ പഠിച്ചേ? വി സ്ക്വയർ സമം യു സ്ക്വയർ പ്ലസ് 2as. പിന്നെന്താ പഠിച്ചേ? എസ് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണോ? അല്ല, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഈ 3 ഇക്വേഷൻസ് ഉണ്ടല്ലോ, നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും പഠിച്ചിട്ട് വേണം പോവാൻ. ഇനി ഇവിടെ ഒരു ടെസ്റ്റും കൂടെ ഉണ്ട്. ഗ്രാവിറ്റേഷനിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ ഈ കുത്തനെ
ഇങ്ങനെയുള്ള മോഷൻസ്, ഇപ്പൊ ഒന്നിനെ മുകളിലേക്ക് എറിയുക, മുകളിൽ നിന്നും താഴേക്ക് എറിയുക, ഇങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഈ ഇക്വേഷൻ കൊടുക്കാൻ പറ്റില്ല. ചെറിയ മാറ്റം വരുത്തിയാൽ മതി. എന്ത് മാറ്റാ വരിക? വി സമം യു, അതുപോലെ പ്ലസ് എക്ക് പകരം നിങ്ങൾ ജി കൊടുക്കണം. എ സമം ജി കൊടുക്കണം. യു പ്ലസ് ജി ടി, വി സ്ക്വയർ സമം യു സ്ക്വയർ പ്ലസ് 2gs ആൻഡ് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. ഇതുപോലെ മാറ്റങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ചൂസ് ചെയ്താൽ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരാം. ഒരു കല്ലിന് എന്ത് ചെയ്യാണ്? ദാ മുകളിൽ നിന്നും താഴേക്ക് ഇടാണ് അല്ലെ. പിന്നെ എന്തൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്? ഒരു കാര്യം മാത്രം നമുക്ക് തന്നിട്ടുള്ളൂ. 1 സെക്കൻഡിലാണ് സംഭവം നടക്കുന്നത് അല്ലെ. ഇപ്പൊ ടൈം തന്നിട്ടുണ്ട് എത്രയാണ്? 1 സെക്കൻഡ്. പിന്നെ ഭാഗ്യത്തിന് ജി തന്നിട്ടുണ്ടോ? എന്റെ മോനെ, ജി 10 എടുത്തോളൂ എന്ന് പറയുകയാണല്ലേ, അത് വല്ലാത്തൊരു ഭാഗ്യമാണ്. ജി സമം 10 എടുത്തോളൂ എന്ന് പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, വി അല്ലെ, താഴെ എത്തുമ്പോഴുള്ള പ്രവേഗം എത്ര, ഫൈനൽ വെലോസിറ്റി എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് മാത്രം കിട്ടിയത് കൊണ്ട് ഒരു ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടൂല. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചില കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം എക്സാമിന് പോവാന്. മുകളിൽ നിന്നും താഴേക്ക് വീഴുന്ന കേസിൽ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത്, ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് എന്തായിരിക്കടാ? 0 ആയിരിക്കും. ഇത് അറിയാത്തൊരു കുട്ടിക്ക് ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റില്ല. ഇപ്പം യു സമം 0 എന്ന് അവിടെ എഴുതി കൊടുക്കുക. ഇനി സിമ്പിൾ ആയിട്ട് വി കണ്ടുപിടിക്കാൻ പറ്റും. അതിന് നമ്മളുടെ 3 ഇക്വേഷൻസിലോട്ട് നിങ്ങൾ വന്നാൽ മതി. 3 ഇക്വേഷൻസിൽ ഏതെങ്കിലും ഒരു വി ഉള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, അത് ചൂസ് ചെയ്യുക. ഇതിൽ വി ഉണ്ട് അല്ലെ, ഇതിൽ വി ഉണ്ട്, ഇതിലും വി ഉണ്ട്. ഏറ്റവും സിമ്പിൾ ഇക്വേഷൻ ചൂസ് ചെയ്യുക. അപ്പൊ ഇത് ചൂസ് ചെയ്യാം. വി സമം യു പ്ലസ് ജി ടി അല്ലെ. സോ വി ഗോട്ട് എന്താ നമുക്ക് കിട്ടുക? വി സമം യു പ്ലസ് ജി ടി അല്ലെ. വി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വി സമം യു പറഞ്ഞാൽ എന്താണ്? 0 പ്ലസ് ജി എന്ന് പറഞ്ഞാൽ 10 ആണ്. ടി എന്ന് പറയുമ്പോൾ 1 ആണ്. നമുക്ക് കിട്ടും 10 എന്ന് കിട്ടും. 10 മാത്രം ഇട്ട് കൊടുത്താൽ ഒരു മാർക്കും കിട്ടൂല അല്ലെ, ഉള്ള മാർക്കും കൂടെ പോകും. എന്താ എഴുതേണ്ടത്? യൂണിറ്റും കൂടെ എഴുതണം. സോ വി ഹാവ് ദ യൂണിറ്റ് ഓഫ് വെലോസിറ്റി ആസ് മീറ്റർ ബൈ സെക്കൻഡ്. സോ വി ഗോട്ട് ദി ആൻസർ 10 മീറ്റർ ബൈ സെക്കൻഡ്. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കൂ അല്ലെ, എന്നാലേ ചോദിക്കേ. അതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ടോപ്പിക് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ എനിക്കും കൂടെ കൺഫേം ആക്കണ്ടേ? അതിനുവേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ജി 9.8 ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എ സ്റ്റോൺ ഫാളിംഗ് ഫ്രം എ ടോപ്പ് ഓഫ് എ ടോൾ ബിൽഡിംഗ് റീച്ചസ് ദ ഗ്രൗണ്ട് ഇൻ 2 സെക്കൻഡ്. 2 സെക്കൻഡ് കൊണ്ട് ഒരു കല്ല് മുകളിലും താഴേക്ക് വീഴുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് വിൽ ബി ദ വെലോസിറ്റി ഓഫ് ദ സ്റ്റോൺ ജസ്റ്റ് ബിഫോർ ടച്ചിങ് ദി ഗ്രൗണ്ട്? താഴെ എത്തുന്നതിന് തൊട്ട് മുന്നേ അല്ലെ, തൊട്ടില്ല കണ്ടീഷനില്, അല്ലെങ്കിൽ താഴെ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി എത്ര എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സെയിം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാലോ. ഒരു കല്ലിന്റെ മുകളിൽ നിന്നും ദാ താഴേക്ക് ഇടാണ്. നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? ഇവിടെ എത്തുമ്പോഴുള്ള വെലോസിറ്റി എന്താണ്? ടൈം നമുക്ക് എത്രയാ തന്നിട്ടുള്ളത്? ടൈം 2 സെക്കൻഡ് നമുക്ക് തന്നിട്ടുണ്ട്. ജി തന്നിട്ടുണ്ട് എത്രയാണ്? 9.8. പിന്നെ 6 നമുക്ക് തരില്ല അല്ലെ. ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളെ ട്രിക്ക് നമ്മളെ മൈൻഡിന്റെ ഉള്ളിൽ നമ്മളൊരു കാര്യത്തിന് എടുക്കണം. മൈൻഡ് വേണല്ലേ, മൈൻഡിന്റെ ഉള്ളിൽ നമ്മളൊരു കാര്യത്തിന് എടുക്കണം. എവിടെ എടുക്കണം? യു സമം 0 എന്നുള്ള പോയിന്റ് മനസ്സിൽ വരണം. ഈ ഒരു സമയത്ത് മുകളിൽ നിന്ന് എറിയുമ്പോൾ ആ മുകളിൽ നിൽക്കുന്ന സമയത്ത് അതിന്റെ യു എന്ന് പറയുന്നത് 0 ആണ്. ഇത് അറിയുന്ന കുട്ടിക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 ഇക്വേഷൻസ് ഉണ്ടല്ലോ, അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക? ഉചിതമായത് സെലക്ട് ചെയ്തെടുക്കുക. സോ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഇതിന്റെ ആൻസർ താഴെ കമന്റ് ചെയ്യുക. സോ ഇതുപോലത്തെ വീഡിയോസ് എക്സാം വരെ നിങ്ങൾക്ക് സമയമുണ്ടല്ലേ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ടോപ്പിക് കൂടെ കമന്റ് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ. താങ്ക് യു സോ മച്ച്.